വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വം ഇന്ത്യൻ, ചൈനീസ്, അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, ടൗൺ സ്ക്വയർ, വണ്ടൂർ. വണ്ടൂരിനെ പൊന്നണിയിച്ച് 2 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, CH ബൈപ്പാസ്, വണ്ടൂർ. യഥാർത്ഥ മഞ്ഞുമൽ ബോയ്സിനെ മർദ്ദിക്കുകയും പണം തട്ടിയെടുക്കുകയും ചെയ്ത പോലീസുകാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. അന്വേഷണത്തിന് ഉത്തരവിട്ട് തമിഴ്നാട് ആഭ്യന്തര വകുപ്പ്. 18 വർഷങ്ങൾക്ക് ശേഷമുള്ള നടപടി. നിലമ്പൂർ സ്വദേശിയുടെ പരാതി. മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ പുറത്തിറങ്ങിയതോടെയാണ് തമിഴ്നാട്ടിലെ ഗുണാക്കേവും കേരളത്തിലെ എറണാകുളം ജില്ലയിലെ മഞ്ഞുമൽ എന്ന സ്ഥലവും ചർച്ചകളിൽ നിറഞ്ഞത്. സിനിമ കേരളത്തിലും തമിഴ്നാട്ടിലും വൻ ഹിറ്റായതിനു പിന്നാലെ സിനിമയ്ക്ക് കാരണമായ യഥാർത്ഥ സംഭവത്തെ മഞ്ഞുമൽ സ്വദേശികളായ യുവാക്കളെ മർദ്ദിക്കുകയും പണം തട്ടിയെടുക്കുകയും ചെയ്ത പോലീസുകാരെക്കുറിച്ച് അന്വേഷിക്കാൻ തമിഴ്നാട് ആഭ്യന്തര സെക്രട്ടറി പി അമുത തമിഴ്നാട് DGPയോട് നിർദ്ദേശിച്ചു. നിലമ്പൂർ സ്വദേശിയും റെയിൽവേ കൺസൾട്ടേറ്റീവ് കമ്മിറ്റി മുൻ അംഗവുമായ ബി ഷിജു എബ്രഹാം തമിഴ്നാട് ആഭ്യന്തര സെക്രട്ടറിക്ക് നൽകിയ പരാതിയിലാണ് നടപടി. ഗൌരവമായി അന്വേഷിക്കണമെന്നും നടപടി പരാതിക്കാരനെ അറിയിക്കണമെന്നും നിർദ്ദേശമുണ്ട്. 2006 നടന്ന സംഭവത്തിലാണ് 18 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ അന്വേഷണം ആരംഭിക്കുന്നത്. എറണാകുളം മഞ്ഞുമലിൽ നിന്നാണ് 2006 ഒരു സംഘം യുവാക്കൾ കൊടൈക്കനാൽ സന്ദർശിക്കാൻ പോയത്. അതിലൊരാൾ ഗുണാക്കേവ് എന്നറിയപ്പെടുന്ന ഗുഹയിൽ വീണുപോവുകയായിരുന്നു. അങ്കലാപ്പിലായ ചെറുപ്പക്കാർ കൊടൈക്കനാൽ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് സഹായം അഭ്യർത്ഥിച്ചു. സിനിമയിൽ പിന്നീട് കാണുന്ന രംഗം പോലീസുകാർ അവരെ ക്രൂരമായി മർദ്ദിക്കുന്നതും മാനസികമായി പീഡിപ്പിക്കുന്നതും പിന്നീട് അവരുടെ പണം ദുരുപയോഗം ചെയ്യുന്നതുമായിരുന്നു. എന്നാൽ സിനിമയിലുള്ളതിനേക്കാൾ ക്രൂരമായ പീഡനത്തിനാണ് ഇരയായതെന്ന് ഈ യുവാക്കൾ വെളിപ്പെടുത്തിയതിനെ തുടർന്നാണ് ഷിജു എബ്രഹാം വിഷയത്തിൽ ഇടപെട്ടത്. മർദ്ദിച്ചതിനു പുറമെ പണം തട്ടിയെടുത്തു, ഒരു പോലീസുകാരനെ മാത്രം കൂടെ പറഞ്ഞയച്ചു തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷണ പരിധിയിൽ വരും. 120 അടിയോളം ആഴമുള്ള ഗുഹയിൽ ചെറുപ്പക്കാരിലൊരാളായ സിജു തന്നെയാണ് ഇറങ്ങിയത്. ഈ സാഹസികതയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുടെ അടിസ്ഥാന പ്രമേയം. രക്ഷാപ്രവർത്തകനായ മഞ്ഞുമൽ സ്വദേശി സിജുവിനെ തൊട്ടടുത്ത വർഷം രാഷ്ട്രം ജീവൻ രക്ഷാ പദക് നൽകി ആദരിച്ചിരുന്നു. യഥാർത്ഥ നായകനായ സിജുവിനോട് സംസാരിച്ചതിനെ തുടർന്നാണ് ഷിജു എബ്രഹാം പരാതി നൽകാൻ തീരുമാനിച്ചത്. തമിഴ്നാട്ടിലെ കോൺഗ്രസ് നേതാവ് കൂടിയായ ഷിജു എബ്രഹാം 2020 മധുര ഹൈവേയിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരെ കൊള്ളയടിച്ച സംഭവത്തിലും ഇടപെട്ടിരുന്നു. അന്ന് അദ്ദേഹത്തിന്റെ പരാതി സ്വീകരിച്ച DGP JK ത്രിപാഠി കവർച്ചക്കാർക്കെതിരെ കടുത്ത നടപടിയാണെടുത്തത്. ന്യൂസ് ഡെസ്ക്, ഈസ്റ്റ് ലൈവ്. Arrivals Men Apparels near Town Square, വണ്ടൂർ. സ്ത്രീ സൗന്ദര്യത്തിന്റെ ഫാഷൻ അഭിരുചികൾക്ക് അനുസൃതമായുള്ള ട്രെൻഡി വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരമൊരുക്കി ലൈസ. ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമായുള്ള ശേഖരം. ലൈസ ലേഡീസ് ആൻഡ് കിഡ്സ്, അങ്ങാടിപ്പൊയിൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ.